ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ നിക്ഷേപ പദ്ധതികൾ വെറും സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണോ? ഈയിടെ ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 12 വരെ ലോക നിക്ഷേപ വാരം ആചരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ചർച്ചകളും സംവാദങ്ങളും ശില്പശാലകളും അരങ്ങേറി. ആ കൂട്ടത്തിൽ കേരളത്തിലെ നിക്ഷേപശീലങ്ങളെക്കുറിച്ച് ചില നിരീക്ഷണങ്ങളും ഉണ്ടായി. അതിലൊന്ന്, കേരളത്തിൽ പലർക്കും നിക്ഷേപ പദ്ധതി എന്ന് പറയുന്നത് വെറും ഒരു സാമ്പത്തിക ഇടപാട് മാത്രമാണ്. നിക്ഷേപ പദ്ധതിയെ വെറും ഒരു സാമ്പത്തിക ഇടപാട് മാത്രമായി കരുതുമ്പോൾ ആ നിക്ഷേപ പദ്ധതി കൊണ്ട് നമ്മൾ എത്തിച്ചേരേണ്ട നമ്മുടെ ജീവിത ലക്ഷ്യം പലപ്പോഴും അകന്നു പോകും. മറ്റൊരു നിരീക്ഷണം, റിട്ടേൺസിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതാണ്. റിട്ടേൺസിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റുള്ള ഘടകങ്ങൾ, സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതുപോലുള്ള പല ഘടകങ്ങളും മറന്നു പോകുന്നു അല്ലെങ്കിൽ വിട്ടുകളയുന്നു. മാത്രമല്ല, റിട്ടേൺസ് എത്ര കണ്ട് വർദ്ധിക്കുന്നു അതിനനുസരിച്ച് അപകട സാധ്യതയും വർദ്ധിക്കും. ഇനി ഈ നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോമുകൾ അപകടകരങ്ങളായ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ അല്ലെങ്കിൽ അനധികൃത നിയമവിരുദ്ധ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ ആ പണം എപ്പോഴേ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചാൽ മതി. ഈയിടെ ഫറോക്ക് സ്വദേശിയായ ഒരു യുവാവിന് 1,20,00,000 രൂപയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നഷ്ടപ്പെട്ടു പോയത്. ചെറിയ പൈസയ്ക്ക് ഓഹരികൾ വാങ്ങി വൻ ലാഭം ഉണ്ടാക്കിത്തരാം എന്ന ഒരു തട്ടിപ്പ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ വാഗ്ദാനമാണ് ആ യുവാവിനെ കുടുക്കിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.